സതീഷിന്റെ നുണയുഗ യാത്രയുടെ അവസാനം രാഹുൽ ഗാന്ധി 5 അടാറ് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചാനൽ നടന്ന ചർച്ചയിൽ ഇതായിരുന്നു വിഷയം. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമെന്നാണ് ഒരു വാഗ്ദാനം. ആരാ പറയുന്നത്? കോൺഗ്രസ്. ഇതേ കോൺഗ്രസിന്റെ മന്ത്രി ആര്യാടൻ മുഹമ്മദ് 10 കൊല്ലം മുമ്പ് KSRTC കൈകാര്യം ചെയ്തപ്പോൾ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. 90 കോടിയോളം മാസാന്ത നഷ്ടം KSRTCക്ക് വരികയാണ്. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ഡൽഹിയിൽ പോകണുണ്ട്, പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനമുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കില്ല. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കേട്ടല്ലോ. എന്നാൽ കേരളത്തിന്റെ ഖജനാവ് കാലിയാണെന്നും പൂച്ച പറ്റി അടക്കുകയാണ് ഇപ്പോൾ അവിടെ എന്നുമാണ് നുണേഷൻ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സൗജന്യം കൊടുക്കുക എന്നുള്ളത് കോൺഗ്രസ് തന്നെയാണ് പറയേണ്ടത്. ഇതേ പ്രഖ്യാപനം കർണാടകയിൽ കോൺഗ്രസ് നടത്തി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര KSRTCയിൽ, അവിടുത്തെ KSRTCയിൽ. അവസാനം എന്തായി? പുരുഷന്മാരുടെ ടിക്കറ്റ് ചാർജ് കൂട്ടിയിട്ട് ദാരിദ്ര്യരേഖ താഴെയുള്ള സ്ത്രീകൾ അത് തെളിയിക്കുന്ന രേഖയുമായി ബസ്സിൽ കയറിയാൽ സൗജന്യം തരാമെന്നായി. പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ. അതായിരുന്നു കർണാടകയിൽ കോൺഗ്രസ് ചെയ്തത്. ഇവിടെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുമ്പോഴും പിണറായി സർക്കാർ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചപ്പോൾ ചെന്നിത്തല പറഞ്ഞത് നമ്മൾ മറന്നിട്ടില്ല. ഇത് തുടർന്ന് അധികാരത്തിൽ വരാൻ പോകുന്ന ഞങ്ങളുടെ തലയിൽ ഇടാനാണ് എന്ന്. കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഇനി അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ്. തങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. അവർക്ക് കൊടുക്കേണ്ടി വരില്ലെന്ന് ഉറപ്പായതുകൊണ്ട് അടുത്ത വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇത് കെട്ടിവെക്കുകയാണ്. എന്ന് വെച്ചാൽ അതിന്റെ പച്ച മലയാളം, ഞങ്ങൾക്ക് ഈ പെൻഷൻ ബാധ്യത ഏൽക്കാൻ താല്പര്യമില്ലെന്ന് തന്നെയാണ്. അത് പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 2001-2002 ഉണ്ടായിരുന്നതിനേക്കാൾ 2011-2012 4 ഇരട്ടി വർദ്ധിച്ചു പെൻഷൻ ബാധ്യത. 10 കൊല്ലം കൊണ്ട് 4 ഇരട്ടി. അത് 2040 ആകുമ്പോൾ 8 ലക്ഷത്തിലധികം കോടി രൂപയാണ് നമ്മുടെ പെൻഷൻ ബാധ്യത വരാൻ പോകുന്നത്. 8 ലക്ഷത്തിലധികം കോടി രൂപയുടെ പെൻഷൻ ബാധ്യത. ഇതാര് നിറവേറ്റും? ആര് കൊടുക്കും? ഇനി ഈ പെൻഷൻ ബാധ്യത താങ്ങാൻ പറ്റാത്ത രീതി വരിക. ഈ ഗവൺമെന്റ് ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ? ആ കോൺഗ്രസ് ആണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ പെൻഷൻ 3000 രൂപയാക്കുമെന്ന്. മാത്രമല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യായ് പദ്ധതിയിലൂടെ 6000 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ ടീമാണിപ്പോൾ 5 വർഷത്തിനിപ്പുറം നേരെ പകുതിയാക്കി 3000 കൊടുക്കുമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ ജനങ്ങളുടെ വോട്ട് തട്ടി അധികാരം പിടിക്കാനുള്ള പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ ഈ കൂട്ടർ നടത്തുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിക്ക് പഴയ UDF ഭരണകാലത്തെ സകല തരികടകളും മൊത്തം ഓർമ്മപ്പെടുത്തി കൃത്യമായി മറുപടി പറയുന്നുണ്ട് സഖാവ് PK ഗോപൻ. കൂടെ BJP പ്രതിനിധിക്കും കിട്ടി ആവശ്യത്തിന്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടുംബത്തിന് ചെലവ് അത് ഗതാഗതത്തിനാണ്, അവരുടെ വരുമാനത്തിൽ നിന്ന് പോകുന്നത്. അത് ആ കുടുംബത്തിലെ സ്ത്രീക്ക്, ഏറ്റവും വരുമാനം ഒരുപക്ഷെ കുറഞ്ഞ സ്ത്രീക്ക് അത് സൗജന്യമാവുകയാണ്. അതൊരു വലിയ പ്രഖ്യാപനം തന്നെയാണ്. അതിനുള്ള പണം, വിഭവ സമാഹരണം, ധനസമാഹരണം അവർ ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ CPM എങ്ങനെയാണ് ആ പ്രഖ്യാപനത്തെ നോക്കിക്കാണുന്നത്? ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡ് മാത്രമേ ഉള്ളൂ. ശ്രീമതി ആര്യ, ഇത് മഹത്തായ പ്രഖ്യാപനമാണ്. അതിന്റെ കാര്യം അവർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ ഇത് KPCCയുടെ കുടുംബകാര്യമാണോ? കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമല്ലേ? കോൺഗ്രസ് 3 സംസ്ഥാനം ഭരിക്കുന്നുണ്ട് ഇന്ത്യയിൽ. അതിലവർ പ്രഖ്യാപിച്ച ഒരു സ്ഥലമാണ് കർണാടക. നേരത്തെ മാഡം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ കർണാടകത്തിൽ KSRTC സൗജന്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോഴെവിടെ എത്തി നിൽക്കുന്നേ? കർണാടകത്തിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനം പൊളിഞ്ഞ് പാളീസായി എന്ന് മാത്രമല്ല, അവർ പലതരത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. അങ്ങനെ പുരുഷന്മാർക്ക് ചാർജ് വളരെ വലിയ തോതിൽ കൂട്ടി. എന്നിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. വർഷം 11000 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കർണാടക RTCക്ക് കൊടുക്കണം. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ കേരളത്തിലാണെങ്കിൽ ഒരു 70% യാത്രക്കാർ, 60 മുതൽ 70% വരെ യാത്രക്കാർ സ്ത്രീകളാണ്. കർണാടകത്തിൽ അത്രയും വരില്ല. കേരളത്തിൻ്റെ കൂട്ടി ലിബറലായ ഒരു സ്റ്റേറ്റ് അല്ലാത്തതുകൊണ്ട് അവിടെ ഒരു 50-55% നമുക്ക് കൂട്ടാം സ്ത്രീ യാത്ര, അല്ലെങ്കിൽ 50% കൂട്ടാം. ആ 50% ആയപ്പോഴാണ് 11000 കോടി വന്നത്. ഇപ്പോൾ അത് BPL APL വെച്ചിട്ട് കുറയ്ക്കാൻ പോകുന്നല്ല മാഡം. അത് കുറച്ച് കഴിഞ്ഞതിൻ്റെ അസ്വസ്ഥതകൾ കർണാടകത്തിൽ നിൽക്കുക. അതായത് അവരുടെ കയ്യിലുള്ള ഒരു സ്റ്റേറ്റ് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് പൊളിഞ്ഞ് പാളീസായ ഒരു കാര്യം ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്ത് വന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ ആ വാഗ്ദാനം
പൊളിഞ്ഞതിന്റെ കഥ ഇന്നല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിൽ. ഇനി അവര് സ്ത്രീകൾക്ക് സൗജന്യത്തിൽ കൊടുക്കാഞ്ഞിട്ട് പോലും ഇത് ലാഭത്തിലല്ലോ, KSRTC ലാഭത്തിലല്ലോ, പിന്നെ സ്ത്രീകൾക്ക് സൗജന്യത്തിൽ കൊടുത്താൽ എന്താണ് കുഴപ്പം? എന്തായാലും ലാഭത്തിലല്ല, അതിനുള്ള പണം അവർ പമ്പ് ചെയ്തോളും എന്നുള്ളതാണ്. സർക്കാരല്ല, അവരുടെ സർക്കാരാണെങ്കിൽ അവർ അതിനുള്ള പണം കണ്ടെത്തിക്കോളും. അല്ല, KSRTC ഇപ്പൊ നഷ്ടത്തിലാണ്, അതുകൊണ്ട് കൂടുതൽ നഷ്ടത്തിലേക്ക് പോട്ടെ, അങ്ങനെയാണ് ഒരു സാമ്പത്തിക ശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത്. KSRTC എത്ര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടുള്ള നഷ്ടമാണ്. നേരത്തെ ശ്രീമതി ആര്യ ചൂണ്ടിക്കാണിച്ചതുപോലെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അന്നത്തെ മന്ത്രിയാണ്. അദ്ദേഹം കോൺഗ്രസ് പല പദ്ധതികൾ തലയിൽ കൈവച്ച് ഒഴിഞ്ഞതുപോലെ അന്ന് പറയുകയാണ് ഒരിക്കലും ഇത് നന്നാക്കാൻ പറ്റത്തില്ല, ഡൽഹിയിലൊക്കെ പോയിട്ട് വരാമെന്നുള്ളൂ. ഡൽഹിയിൽ അന്ന് ആരാ? നരേന്ദ്രമോദി അല്ല, കോൺഗ്രസ്സാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡൽഹി പോയിട്ട് വലിയ കാര്യമില്ല എന്ന് പറയും. കേരളത്തെ അന്നും കോൺഗ്രസ് വളരെ തോതിൽ അവമതിച്ചിരിക്കുകയാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴും കോൺഗ്രസ് കേരളത്തെ അവഗണിച്ചിട്ടേ ഉള്ളൂ. 6 മന്ത്രിമാർ വിടുന്നുണ്ടായിരുന്നു, ഇപ്പൊ 19 MP-മാരുണ്ട്. അവഗണനയുടെ ഏറ്റവും വലിയ മാതൃക BJP കാണിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ്. ഇപ്പോൾ KSRTC നഷ്ടത്തിൽ, KSRTC ഇപ്പൊ ലാഭവും ഇല്ല നഷ്ടവും ഇല്ല എന്ന പരുവത്തിലെത്തി. എത്രമാത്രം കഠിനമായി അധ്വാനിച്ചിട്ടാ. ആര്യാടൻ മുഹമ്മദ് 100 കോടി നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു, ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു മനോഹരമായ പ്രഖ്യാപനമുണ്ട്, ശ്രീമതി ആര്യ ഓർക്കുന്നുണ്ടോ? സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാർ ജോലി വാങ്ങിച്ച്, സർക്കാർ പെൻഷനുമായിട്ട് ഇനി ആരും കേരളത്തിൽ ജീവിക്കണ്ട, ഇങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയ മുഖ്യമന്ത്രിയുടെ പേരുകൂടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി. അവിടെ നിന്നാണ് ഈ കേരളത്തെ വിമോചിപ്പിച്ചെടുത്തത്. ഇന്ന് കേരളത്തിൽ 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഞങ്ങൾ ലാഭത്തിലാക്കി. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നയം എന്താ? അദ്ദേഹം പറഞ്ഞല്ലോ രാഷ്ട്രീയ പൊസിഷൻ. ആ പൊസിഷൻ ലാഭത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനവും നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനവും സർക്കാരിന്റെ ബാധ്യതയല്ല, അത് സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇവിടെ ഉദാരവൽക്കരണം കൊണ്ടുവന്നത്. നരസിംഹറാവുവും മൻമോഹൻ സിംഗും കോൺഗ്രസ് നേതൃത്വം എല്ലാം കൊണ്ടുവന്ന അങ്ങനെയാണ് നമ്മുടെ LICയുടെ ഷെയർ കൊടുക്കാൻ തുടങ്ങിയത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കാൻ തുടങ്ങിയത്, നവരത്ന കമ്പനികളുടെ ഷെയർ കൊടുക്കാൻ തുടങ്ങിയത്, കൽക്കരി ഖനികൾ പ്രൈവറ്റൈസ് ചെയ്തത്. ഇതെല്ലാം കോൺഗ്രസ് ആവിഷ്കരിച്ചിട്ട് BJP ശക്തമാക്കിയ നയങ്ങളാണ്. ഇന്ന് BJP അതിൻ്റെ പേരിൽ പറയുന്നത് ഞങ്ങളുടെ ജോലി ബിസിനസ് നടത്തലല്ല, സർക്കാരിൻ്റെ ജോലി വ്യവസായ സ്ഥാപനങ്ങൾ നടത്തലല്ല എന്ന് അവർ പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ നയം സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസ് പൊതുമേഖല സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോജിക്ക് ആളുകൾ പരിഹസിക്കുകയുള്ളൂ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് സമയത്ത് ഇവർ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ കൂടി നോക്കണം. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറയുന്ന കാര്യങ്ങൾ അവർ കേരളം ഭരിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം തന്നെ പറഞ്ഞത് 90-ന് ശേഷം KSRTCക്ക് ഉണ്ടായ നഷ്ടമാണ്. അങ്ങനെ 35 കൊല്ലത്തിന് ശേഷം ആദ്യമായി നഷ്ടവും ലാഭവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് KSRTC എത്തിച്ചിട്ടുണ്ട്. ചവറ KMML 230 കോടി രൂപ ലാഭത്തിലേക്ക് എത്തി. ചവറ KMML സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കാൻ അന്ന് വ്യവസായ വകുപ്പ് ഭരിച്ചിരുന്ന മുസ്ലിം ലീഗ് ടെൻഡർ ക്ഷണിച്ചിരുന്ന നമുക്ക് ഓർക്കുന്നത് നല്ലതാണ്. കേരളത്തിലെ ഇന്ന് 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാവുകയും അതിൻ്റെ ലാഭവിഹിതം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വ്യവസായ വകുപ്പിന് നൽകുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചു. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവർ 3 സ്റ്റേറ്റിൽ അധികാരത്തിലിരിക്കുകയും ഇവർ നേരത്തെ കേരളത്തിൽ അധികാരത്തിലിരുന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിക്കാതിരുന്നു എന്നുള്ള തെളിവ് മാത്രമല്ല, നിലവിൽ 3 സ്റ്റേറ്റിൽ അധികാരത്തിലിരുന്ന് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും പാലിക്കാൻ കഴിയാതെ വളരെ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ്. അതിൻ്റെ അഖിലേന്ത്യാ നേതാവാണ് കേരളത്തിൽ വന്നു നിന്നുകൊണ്ട് ഈ മണ്ടത്തരങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത്. അത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ കേരളത്തിൻ്റെ കടത്തെക്കുറിച്ച് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ശ്രീ VD സതീശന് ഒരു കുറ്റപ്പേര് വരാനുള്ള കാരണം പോലും അതാണ്. കാരണം കേരളത്തിൻ്റെ കടം പബ്ലിക് ഡൊമൈനിലുണ്ട്, അത് 3.25 ലക്ഷം കോടിക്ക് താഴെയാണ്. അത് യഥാർത്ഥത്തിൽ 5 വർഷം കൂടുമ്പോൾ ഇരട്ടിക്കുന്ന കടം ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഇരട്ടിച്ചിട്ടില്ല, കടം കുറഞ്ഞാണ് വരുന്നത്. ഇന്ത്യയിലെ കടമുള്ള ആനുപാതികമായി ഈ GDP-യുടെ അനുസരിച്ച് കടമുള്ള സ്റ്റേറ്റുകളിൽ 12 സ്റ്റേറ്റുകൾ കഴിഞ്ഞേ കേരളമുള്ളൂ. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റ് കൂടി കഴിഞ്ഞേ കേരളം വരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു കേരളത്തിൽ കടത്തിൽ മുങ്ങി നിൽക്കുന്നു. അദ്ദേഹം ഇവിടെ പറഞ്ഞൊരു കണക്ക് 6.5 ലക്ഷം കോടി കടമെന്നാണ്. ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത്. കേരളത്തിൻ്റെ കടം അതിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല. മാത്രമല്ല 1 ലക്ഷത്തിലധികം കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തുന്ന കിഫ്ബിയുടെ 1 പൈസ കുടിശ്ശികയില്ല. അതിൻ്റെ മാസം നമ്മുടെ വാഹനങ്ങളുടെ ടാക്സിൻ്റെ 50% ഷെയർ കിഫ്ബിയിലേക്ക് അടഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് 10,000 നിവാസികൾ മാത്രം ജീവിക്കുന്ന പെരുമ്പളം ദ്വീപിലേക്ക് 1 കിലോമീറ്ററിലധികം നീളമുള്ള ലോകാത്ഭുതങ്ങളിലൊന്നായ പാലം നിർമ്മിക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അദ്ദേഹം പറയുന്നത് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നടപ്പിലാക്കാൻ 32 ലക്ഷത്തിൽ താഴെ മാത്രമുള്ള ആളുകളുടെ പെൻഷനാണ് 600 രൂപ, 45 രൂപ EK നായനാർ, 120 വീണ്ടും വന്നപ്പോൾ, VS വന്നപ്പോൾ 500. ഈ 2000 രൂപയ്ക്കകത്ത് കോൺഗ്രസിൻ്റെ ഷെയർ വെറും 100 രൂപ. ആ 100 രൂപ അദ്ദേഹം ഇവിടെ 3000 പെൻഷനാണല്ലോ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച പെൻഷൻ അത്ര തരുമോ സാർ? 6000 ആണ്.
നിങ്ങൾ പറഞ്ഞു ചർച്ച ചെയ്യാൻ പറഞ്ഞു. നിങ്ങളുടെ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ പ്രാവശ്യം അധികാരത്തിൽ വരാൻ വേണ്ടി പ്രഖ്യാപിച്ച പെൻഷൻ 6000. ആ 6000 5 വർഷം കഴിഞ്ഞപ്പോൾ 3000 ആയിട്ട് ചുരുങ്ങി. ഇത് ഇവിടെ കേരളത്തിൽ ഈ 600 രൂപ പെൻഷൻ ഉമ്മൻചാണ്ടി സാർ ഏർപ്പെടുത്തിയിട്ട് 18 മാസത്തെ കുടിശ്ശികയുണ്ടെന്നുള്ളത് നിയമസഭാ ചോദ്യത്തിലൂടെ 2016 ഡിസംബർ മാസത്തിൽ ചോദിച്ച ചോദ്യത്തിന് 1580 കോടി രൂപ പെൻഷൻ കുടിശ്ശിക. പിന്നീട് 5 മാസം കൂടി സർക്കാരുണ്ട്, 3-4 മാസം കൂടി സർക്കാരുണ്ട്. ആ കുടിശ്ശികയുടെ വന്നപ്പോൾ 18 മാസത്തെ കുടിശ്ശിക മാത്രമല്ല, അതിനുശേഷം LDF ഗവൺമെന്റ് വന്നിട്ട് ആ കുടിശ്ശിക തീർത്തു കൊടുത്തതിന്റെ ചോദ്യോത്തരങ്ങളും അസംബ്ലി ഡൊമൈൻ രേഖയ്ക്കകത്ത് കിടക്കുകയാണ്. അപ്പോൾ 600 രൂപ പെൻഷൻ കൊടുക്കാൻ കുടിശ്ശിക വരുത്തിയ ആളുകളാണ്. അത് വീണ്ടും പിണറായി സർക്കാരിന്റെ തലയിൽ വെച്ച് കൊടുക്കേണ്ടി വന്നവരാണ്. ഇപ്പോൾ അത് ക്രമേണ കൂട്ടി 2000 രൂപയിലെത്തി. ഈ 2000 അല്ല, ഞങ്ങളത് കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ വിഹിതം കേന്ദ്ര ഗവൺമെന്റ് പകുതിയെങ്കിലും തന്നാൽ, കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുകയുടെ പകുതിയെങ്കിലും തന്നാൽ പെൻഷൻ 3000-ഓ അതിലേറെയോ വർദ്ധിപ്പിക്കാൻ കഴിയും. പക്ഷേ ഈ പെൻഷൻ, ഈ വിഹിതം കേന്ദ്ര സർക്കാർ ഇവിടെ തരുന്നതിന് വേണ്ടി 19 MP-മാർ 10 മിനിറ്റ് ഇന്ത്യൻ പാർലമെന്റിനകത്ത് സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ പാർലമെന്റ് മെമ്പറായിരുന്ന ശ്രീ രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ടോ? ശ്രീമതി ഇപ്പൊ പാർലമെന്റ് മെമ്പറായ പ്രിയങ്ക ഗാന്ധി അതിൽ ഇടപെടുന്നുണ്ടോ? അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഏത് പാർട്ടിയെ ഭരിച്ചോട്ടെ, കേന്ദ്രം അക്കാര്യത്തിൽ പൈസ തരാതിരിക്കുമ്പോൾ അതിൽ ഇടപെടുന്നുണ്ടോ? അപ്പോൾ പെൻഷന്റെ കാര്യത്തിൽ അവർ പറയുന്നത് ഒരു കാരണവശാലും പ്രായോഗികമല്ലാത്തതും. ഇനി ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. കർണാടകത്തിൽ എത്ര പെൻഷൻ കൊടുക്കുന്നത്? കോൺഗ്രസ് ഭരിക്കുകയാണല്ലോ. ഹിമാചലിൽ എത്ര പെൻഷൻ കൊടുക്കുന്നത്? തെലങ്കാനയിൽ എത്ര പെൻഷൻ കൊടുക്കുന്നത്? ആ സ്റ്റേറ്റുകളിലൊന്നും കൊടുക്കാൻ കഴിയാത്ത പെൻഷൻ നിങ്ങൾ എങ്ങനെ കേരളത്തിൽ കൊടുക്കുന്നേ? അപ്പൊ ചോദിക്കും പറയാ അത് ഞങ്ങൾ തട്ടേ കാണിച്ചോളാം. നാടക റിഹേഴ്സൽ അടക്കുമ്പോൾ അഭിനയിക്കാൻ പറയുമ്പോൾ പറയുമല്ലോ, അത് ഞങ്ങൾക്ക് വേദി കാണിച്ചോളാം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറയുന്നത്. കാശ് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ പറയേണ്ടത്. LDF-ന്റെ പ്രകടനപത്രിക വരാൻ പോവുക. LDF നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളിൽ പണം എവിടുന്ന് എന്നുള്ളത് ഞങ്ങൾ ജനങ്ങളോട് പറയുക. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു, 2016 വരുമ്പോൾ പറഞ്ഞു, കിഫ്ബി ബലപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പണം ഉണ്ടാക്കും. ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കി. അതാണ് ഞങ്ങൾക്ക് ഇത്രയും വികസനം നടപ്പിലാക്കാൻ പറ്റിയത്. കോൺഗ്രസിന്റെ നവകേരള സദസ്സ് കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ അസംബ്ലി സീറ്റിലും 7 കോടി രൂപ വെച്ച് കൊടുത്തു. രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടി, VD സതീശനും കിട്ടി, സണ്ണി വക്കീലിനും കിട്ടി, എല്ലാവർക്കും കൊടുത്തു. അത് എന്തുകൊണ്ടാണ്? അവരുടെ ആകെ മണ്ഡലങ്ങളിൽ അവർക്ക് നല്ലതുപോലെ ഫ്ലെക്സ് ബോർഡ് വെക്കാൻ കഴിയുന്നത് ഈ വികസന പ്രവർത്തനം കൊണ്ടാണ്. ഇനി അടുത്ത കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാലോ, പെൻഷൻ മാത്രമാണോ? നിങ്ങൾ ഈ പറയുന്ന ഇൻഷുറൻസ് പദ്ധതി, നിങ്ങൾ പറയുന്ന പിന്നെ ബാക്കിയുള്ള 5 കാര്യങ്ങൾ, ഈ 5 കാര്യം നിങ്ങൾ പറഞ്ഞതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ജനങ്ങൾക്ക് കൊടുത്തൊരു ഓഫറാണല്ലോ. സംസ്ഥാന ഗവൺമെന്റിന് ദുരിതാശ്വാസ നിധി കൊടുക്കണ്ട, എവിടെ ചൂരൽമലയിൽ പൈസ കൊടുക്കണ്ട, നിങ്ങൾ കൊടുക്കണ്ട. അത് പ്രതിപക്ഷത്തിന് തന്നാൽ മതി, ജനങ്ങൾ ഗവൺമെന്റിന് പണം കൊടുക്കണ്ട. അങ്ങനെ കുറച്ചുപേരെ നിങ്ങൾ വഞ്ചിച്ചല്ലോ, നിങ്ങൾ പൈസ പിരിച്ചല്ലോ. ഈ ചർച്ച തീരുന്നതിന് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിത, പിരിച്ച തുക എത്രയാണെന്ന് പറയാവോ? ആപ്പ് എവിടെ പോയെന്ന് പറയാവോ? നിങ്ങൾ അതിനുശേഷം 300 വീട് പറഞ്ഞല്ലോ. പഞ്ചാബി ഹൗസിൽ കൊച്ചിൻ ഹനീഫ വോട്ടിന്റെ കണക്ക് പറഞ്ഞതുപോലെ, ബാക്കി 1 ലക്ഷം രൂപ എപ്പോൾ തരുമെന്ന് ചോദിച്ച പോലെ 300 വീടിന്റെ കണക്ക് പറഞ്ഞല്ലോ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു വീട് കോൺഗ്രസ് സ്ഥലം ഏറ്റെടുത്തു, അവിടെ സ്ഥലം ഏറ്റെടുത്ത് പണികൾ തുടങ്ങി. സർക്കാരിന് 1.5 വർഷം ഒന്നും പണിയാൻ പറ്റില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.